ഇത് സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ NFT ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം അപ്പം അതിൽ എത്ര കൂട്ടിയിടണം, പ്രൈസ് എത്ര കൂട്ടിയിടണം ഇതാക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമ്മളിപ്പം അങ്ങനെ ഇട്ട് പിന്നെ ഒരു കുറച്ച് ഫ്യൂ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് സെല്ലാവും. ഇത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ കോൺട്രാക്ട് അഡ്രസ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൺ ദ സ്പോട്ട് നമുക്ക് അതിന്റെ ക്യാപിറ്റലും പ്രോഫിറ്റും നമുക്ക് കിട്ടും. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ക്യാപിറ്റൽ കിട്ടും. ഇതിൽ ക്യാപിറ്റൽ ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ഇല്ലല്ല. അതുമാതിരി തന്നെ നമുക്ക് നമ്മളെ ഓൺ കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി ഇതിലുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അധികം റിസ്ക് ഇല്ലാത്തൊരു പരിപാടിയാണല്ലേ. വേറൊരാൾക്ക് നമ്മൾ ഫണ്ട് കൊടുക്കുന്നില്ല, നമ്മളെ വേറൊരാൾ കൺട്രോൾ ചെയ്യുന്നില്ല, നമ്മുടെ ഫണ്ട് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര വേറൊരു ലെവലിലേക്ക് പോകുന്നൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നോക്കുന്നത് യൂട്യൂബ് വഴിയും അതുപോലെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെയാണ്. അവിടെയൊക്കെ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ നോക്കുമ്പോഴും 99% കമ്പനിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ആ ഒരു കമ്പനിയെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആ ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങളോട് പറയാനും ഇനി ഒരാളുടെ പോലും പൈസ പോവാത്ത രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും അല്ലെങ്കിൽ റിട്ടേൺ എടുക്കാനും പറ്റിയ ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ഇന്ന് മാർക്കറ്റിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് പറയാൻ നമ്മുടെ കൂടെ ഫെൻസ മേഡം ഉണ്ട്. നമുക്ക് മേഡത്തിനെ പരിചയപ്പെടാം. ഹായ് മാം. ഹായ്. ഓക്കെ, ഫെൻസ മേഡം, മേഡത്തിനെ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാവോ? ഹായ്, എൻ്റെ പേര് ഫെൻസ. ഞാനിപ്പോൾ ഒരു ഏവിയേഷൻ സ്റ്റുഡൻ്റ് ആണ്. അതിപ്പം കംപ്ലീറ്റ് ആവാനായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാം, ഇത്ര നേരം നമ്മൾ വാദോരാതെ സംസാരിച്ച പ്രൊജക്ടിനെ പറ്റി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കൂടെ ഒന്ന് സംസാരിക്കാവോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് മാർക്കറ്റിൽ തരംഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവഞ്ചേഴ്സ് NFT മാർക്കറ്റ് പ്ലേസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അവഞ്ചേഴ്സ് NFT. അതെ അതെ, NFT പ്ലാറ്റ്ഫോം ആണോ ഇത്? അതെ അതെ. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് പ്രോസസ്സ്? അതായത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ്, അപ്പൊ അവർക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ മാം ഒന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടെ അവർക്ക് നന്നായിരിക്കും. ഇതിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ NFT ബൈയും സെല്ലും ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രോഫിറ്റും ക്യാപിറ്റലും ഒക്കെ നമ്മളെ കയ്യിൽ തന്നെയാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ സാധാരണ ഇത്രയും കാലം ഓരോ കമ്പനി ആയിരുന്നു നമ്മളെ ഓരോ ഇൻവെസ്റ്റേഴ്സിനെയും കൺട്രോൾ ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് അല്ലേ. ഓക്കെ, ഞാൻ ഒരുപാട് NFT, അതായത് ഒരുപാട് അവഞ്ചേഴ്സ് NFT എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഭരിക്കുന്നത് തന്നെ NFT ആണല്ലേ. ഓക്കെ, അപ്പോൾ മാഡം ഇതിലേക്ക് കടന്നു വന്നിട്ട് എത്ര കാലമായി? ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഞാൻ വന്നിട്ട് ഏകദേശം 2 മാസത്തോളമൊക്കെ അയക്കുന്നു. 2 മാസത്തോളമായി. ഓക്കെ, 2 മാസത്തോളമായിട്ട് മാമിന്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? എനിക്കിതിന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ആളുകളെ മുന്നിലേക്കും എത്തിക്കാന്നുള്ള ഒരു ഇതിലെത്തിയത്. ഓക്കെ ഓക്കെ. നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ഡെയിലി കാണുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട്. ചിലപ്പോൾ 2 മാസത്തിലോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ 6 മാസം കൊണ്ടൊക്കെ പൂട്ടി പോകുന്ന പല കമ്പനികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമുകളെയൊക്കെ വെച്ചിട്ട് എന്താണ് ഇതിലൊരു വ്യത്യസ്തത മാഡം കാണുന്നത്? മാം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുവരെ മാം ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഇതുവരെ മാർക്കറ്റിൽ വന്നത് മാം കണ്ടിട്ടുണ്ടോ? ഫുള്ളി വെരിഫൈഡ് ആയിട്ടുള്ള പ്രൊജക്ട്. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ഇതിന്റെ സോഴ്സ് കോഡ് വരെ വെരിഫൈഡ് ആണ്. ഓക്കെ, മാം ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? സ്വന്തമായിട്ട് ചെക്ക് ചെയ്തതാണോ അതോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അങ്ങനെ മനസ്സിലാക്കിയതാണോ? വേറൊരാളോട് ഇപ്പൊ ചോദിച്ചു നമുക്കത് ഫുള്ളി ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല. 100% അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് ഇത് ഞാൻ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുവന്നത്. ഓക്കെ ഓക്കെ. ഇത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിലും ഇപ്പൊ ഇതിന്റെ കോൺട്രാക്ട് അഡ്രസ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇതിലിപ്പോ നമ്മള് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഇതിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുക? ഇത് സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ NFT ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം അപ്പം അതിൽ എത്ര കൂട്ടിയിടണം, പ്രൈസ് എത്ര കൂട്ടിയിടണം ഇതാക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമ്മളിപ്പം അങ്ങനെ ഇട്ട് പിന്നെ ഒരു കുറച്ച് ഫ്യൂ അവേഴ്സിന്റെ ഉള്ളിൽ തന്നെ അത് സെല്ലാവും. നമ്മൾ സെല്ലിനിടുന്ന സാധനം എപ്പോഴാണോ വേറൊരാളത് ബൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഓൺ ദ സ്പോട്ട് നമുക്ക് അതിന്റെ ക്യാപിറ്റലും പ്രോഫിറ്റും നമുക്ക് കിട്ടും. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ കിട്ടും. ഇതിൽ ക്യാപിറ്റൽ ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ഇല്ലല്ല. ഓക്കെ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ക്യാപിറ്റൽ പിൻവലിച്ചുകൊണ്ട് എക്സിറ്റ് ആയി പോകണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആയി പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടുകളൊന്നും ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയെന്നല്ല. അപ്പൊ ഇതില് മിനിമം സ്റ്റാർട്ടിംഗ് ഒക്കെ എത്രയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് $30 ആണ്. $30. ഓക്കെ, അത് $300 വരെ അത് പോകും.
ഓക്കെ ഓക്കെ. ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ NFT എന്ന് പറയുന്ന സാധനം ഇവിടെ നമ്മൾ വാങ്ങാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അത്രയും അധികം ആളുകൾ ഉണ്ടോ നിലവിൽ? ബൈ ചെയ്യാനും സെല് ചെയ്യാനും അത്രയും ആളുകൾ ഉണ്ടോ? ഓ തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ അത്രയും വലിയൊരു കമ്മ്യൂണിറ്റി അവര് മേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അവർ തുടങ്ങിയത് തന്നെ. അതുമാതിരി തന്നെ നമുക്കും നമ്മളെ ഓൺ കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി ഇതിലുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനൊരു കമ്മ്യൂണിറ്റി ഇതിൽ മേക്ക് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് ആ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മളെ സീക്രട്ട് ആണ്. ഇപ്പം എന്റെ കമ്മ്യൂണിറ്റിയിൽ ആരാണോ ജോയിൻ ചെയ്യുന്നത് അവർക്ക് ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നിലവിൽ ഞാനൊരു കമ്മ്യൂണിറ്റി കൊണ്ടുവന്നാൽ ഇപ്പൊ മാമിന്റെ കീഴിൽ ഞാൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മാം എനിക്ക് ആ സീക്രട്ട് പറഞ്ഞു തരുമല്ലോ. അപ്പൊ എനിക്ക് എന്റെ കമ്മ്യൂണിറ്റിയെ സേഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ കമ്പനി നിലവില് പ്രീ ലോഞ്ചിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 2 ദിവസത്തിനുള്ളിലൊക്കെ മെഗാ ലോഞ്ചിങ് വരുന്നുണ്ട്. അപ്പൊ കുറെ അപ്ഡേഷൻസും കാര്യങ്ങളും ആയിട്ട് കമ്പനി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് അപ്ഡേഷൻസ് എന്നുള്ളത് ഇപ്പം നിലവില് നമുക്ക് അറിയാം? മാഡത്തിന് അറിയോ? ഇപ്പൊ നിലവില് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഓക്കെ ഓക്കെ. മെഗാ ലോഞ്ചിന് ശേഷം എല്ലാ ആളുകൾക്കും അപ്പോൾ വരും ദിവസം നമുക്ക് വൈകാതെ തന്നെ അടുത്തൊരു വീഡിയോ മാഡത്തിൻ്റെ ഉണ്ടാവുമെന്ന് അർത്ഥം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും കാലം ഒരുപാട് പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊരു മാറ്റി ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലേ NFT എന്ന് പറയുന്നത്. NFT നമുക്കറിയാം, NFT എന്ന് പറയുന്നതിൽ ഒരിക്കലും ലോസ് ഉണ്ടാവില്ല. കാരണം അത് എന്തായാലും പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. അത് വാങ്ങാനും വിൽക്കാനും അത്രയും ആളുകൾ ഉള്ളിടത്തോളം കാലം ആ ഒരു NFT എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ കമ്മ്യൂണിറ്റി എത്രത്തോളം വലുതാവുന്നോ അതിനനുസരിച്ച് ഇവിടെ മിനിമം എത്രയാണ് സമയം, അങ്ങനെ എന്തെങ്കിലും കമ്പനി പറയുന്നുണ്ടോ? എപ്പോ ഈ ഒരു NFT സെല്ലാവുന്നോ അപ്പൊ നമ്മളെ ഫണ്ട് നമുക്ക് തിരിച്ചിട്ടും. ഓക്കെ. അത് മണിക്കൂർ ആകാം. അത് ചിലപ്പം കുറച്ച് മണിക്കൂറിന്റെ ഉള്ളിലാവാം, അല്ലെ 24 മണിക്കൂർ എടുക്കും. ഡിപ്പെൻസ് ആണ്. എപ്പം സെല്ലാവുന്നോ അപ്പൊ നമ്മുടെ എമൗണ്ട്, അതാണ് കമ്പനി പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ സെല്ലാവുന്നോ അപ്പൊ നമ്മുടെ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ. അപ്പൊ അധികം റിസ്ക് ഇല്ലാത്തൊരു പരിപാടിയാണല്ലേ. വേറൊരാൾക്ക് നമ്മൾ ഫണ്ട് കൊടുക്കുന്നില്ല, നമ്മളെ വേറൊരാൾ കൺട്രോൾ ചെയ്യുന്നില്ല, നമ്മുടെ ഫണ്ട് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര വേറൊരു ലെവലിലേക്ക് പോകുന്നൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിലവിൽ അങ്ങനെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്കും ഫീൽ ചെയ്യട്ടെ. കാരണം ഇത്രയും കാലം ഇപ്പോൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ മറ്റു പല പ്രൊജക്റ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഫണ്ട് പോയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു മുന്നേറ്റം ആവട്ടെ, ഈ ഒരു NFT പ്ലാറ്റ്ഫോം മുന്നേറ്റം ആവട്ടെ. അപ്പോൾ ഇത്രയും നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ പോലെയല്ല ഇത്. നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മളാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു റിസ്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. നമുക്ക് എപ്പോൾ വേണോ നമുക്ക് ഇതിന്ന് ക്വിറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ എപ്പം നമുക്ക് ഇതിൻ്റെ ഫണ്ട് പിൻവലിക്കണം എന്ന് തോന്നുന്നു അപ്പം നമുക്ക് പിൻവലിക്കാം. സോ കൺട്രോളിങ് എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കും. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇനി വരണമെന്നില്ല. സോ ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന എത്ര പേരുണ്ടോ അല്ലെങ്കിൽ കാണുന്ന എത്ര പേരുണ്ടോ അവരിൽ ഒരാൾ പോലും മിസ് ചെയ്യാതെ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ നമ്മളെല്ലാ ആൾക്കാരും പൈസ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ മാത്രം കാണുന്ന വീഡിയോ ആയിരിക്കും ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. ഒരിക്കലും റിസ്ക് ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ്. സോ റിസ്ക് ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നോക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവരെ എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞതുപോലെ ഒരുപാട് സീക്രട്ട് ഉണ്ട്. നിങ്ങളെ സേഫ് ചെയ്യാനുള്ള സീക്രട്ടൊക്കെ അവർ പറഞ്ഞു. അതൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അധികം വൈകാതെ നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ തന്നെ കൂടുതൽ അപ്ഡേഷൻസുമായിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.